ഈവൻ ഞങ്ങള് നിലമ്പൂർ പരിപാടിക്ക് കയറിയപ്പോഴത്തേക്കിനും ആ ഒരു വോയിസ് മുതലാളി ഓഡിയൻസ് വിളിച്ചു പറയാണ് മുതലാളി എന്ന് പറഞ്ഞ ദൂരെ കേൾക്കാം. അത് വിട്ട് മലയാളികൾക്കൊരു കളിയില്ല. ഞാൻ ഈ അമേരിക്ക ചെന്നപ്പോൾ പഞ്ചാബ് ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ കൂട്ടാന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ മകൾക്ക് ഭയങ്കര ഇഷ്ടമൊന്നും വരുമെന്ന് ചോദിച്ചു. കുത്തുള്ള കുട്ടിയാണ്. കുട്ടി വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചെന്ന് അവിടെ ഇരുന്നപ്പോ വന്നിട്ടില്ല. ഞങ്ങൾ കാപ്പിയെ കുടിച്ചിരിക്കുമ്പോൾ ഒറ്റ തടിയുള്ള കുട്ടിയാണ്. കുട്ടി വന്നിട്ട് കയറി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കാണ്ട് തോന്നി. പഞ്ചാബി ഹൗസില് ഫുൾ ഡയലോഗ് ആ കൊച്ചു പറയുന്നു. അവിടെ പലരും ഇംഗ്ലീഷാണ് കൂടുതൽ. മല നന്നായിട്ട് വീട്ടിൽ പറയവര് ഫുൾ ഡയലോഗ് ആ കുട്ടി. എനിക്ക് പോലും ഓർമ്മില്ല അത്ര ഡയലോഗ്. അത്ര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഉറപ്പായിട്ടും അതെ. ട്രോളന്മാർക്ക് ഇത് രമണില്ലാതെ ഒരു പരിപാടി ഒരു ദിവസമെങ്കിലും ഒരു രമണൻ റിലേറ്റഡ് സാധനം കാണാൻ സ്കോർ ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. ഞങ്ങള് കടകന്റെ സെറ്റിൽ അങ്ങനെ തന്നെ ഇരുന്ന്. കടകന്റെ സെറ്റില് പഞ്ചാബി ഹൗസിലെ തമാശകള്, പറക്കും തള്ളിയ തമാശ, CID മൂസയുടെ തമാശ, ഇങ്ങനെ ഓരോ സെറ്റിൽ തമാശകളായിരുന്നു ഞങ്ങള്. ഇവർക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ളൂ. ഇവര് വന്ന് അടുത്തുവന്നിരിക്കും. പിന്നെ ഒരു തമാശ ഇട്ട് കൊടുത്ത പിന്നെ ഇവര് വന്നോളും എല്ലാരും കൂടി. കാരണം എല്ലാവർക്കും ഞങ്ങൾക്ക് ചേട്ടനാണ് ഈ ഡയലോഗ് മറന്നു പോയിട്ടുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഡയലോഗുകളും കൃത്യമായിട്ട് അറിയാം. ഇതിപ്പോ അതെന്നെ ഒരിക്കലും മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്. പടങ്ങൾ കുറഞ്ഞാലും നീ പടത്തിലില്ല എന്ന് തോന്നൂല. കാരണം നീ ഉണ്ടാക്കി വെച്ച കുറെ ക്യാരക്ടേഴ്സ് ജനങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ട് എപ്പോഴും അവരുടെ കൂടെ ഉണ്ട്. അത് ജയരാജൻ പറഞ്ഞു, ഡയറക്ടർ ജയരാജൻ സാറും പറഞ്ഞു. അങ്ങനെ കുറെ പേരുടെ കൂടെ ഞാൻ ഉണ്ട്, ഒരുപാട് പേരുടെ പടത്തില് നിങ്ങളുടെ ക്യാരക്ടർ. അത് നമ്മുടെ ഭാഗ്യമാണത്. ഇപ്പൊ നമ്മൾ കുറെ സീരിയസ് വേഷം ചെയ്തപ്പോ ഒന്നുകൂടി നമ്മളിപ്പോ ആഗ്രഹിക്കുകയാണ് ഒരു നല്ല തമാശപ്പടം ഒരു വേഷം കിട്ടിയിരുന്നെങ്കിൽ. നല്ല പടം വരണം. അതിൽ ചെറിയ വേഷമാണെങ്കിലും വലിയ വേഷമാണെങ്കിലും അത് നല്ല സിനിമയാണെങ്കിൽ അത് ഓടുന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്താലും മതി. തമാശക്ക് വേണ്ടി കൊതിക്കുകയാണ്. ജോണി ആന്റണി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറക്കും തളിക 2 വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സുന്ദരൻ ഉണ്ടാവില്ലേ? ഞാനെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. കഥ കഴിയുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ജോണി ആന്റണി സാറ് ഇടയ്ക്ക് ഒന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു CID മൂസ 2 വരുന്നുണ്ട് എന്നുള്ളത്. അതിനകത്ത് ഉണ്ടാവുമോ ചേട്ടൻ? CID മൂസ ചെയ്തപ്പോഴും ചെയ്യുന്നതിന് മുമ്പും ചെയ്ത് കഴിഞ്ഞിട്ടും ജോണി പറഞ്ഞേക്കുന്ന ഒരു വേർഡുണ്ട്. മലയാള സിനിമയിൽ കള്ളനായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണ ഒരു വെബ് സീരീസിലും കള്ളനാണ്. ഭയങ്കര സീരിയസ് ക്യാരക്ടറാണ്. ഭയങ്കര ക്യാരക്ടറാണ്. സീരിയസ് ക്യാരക്ടർ. ഭയങ്കര സീരിയസ് ആയിട്ടൊരു കള്ളനാണ്. ഭയങ്കര സീരിയസ് ക്യാരക്ടറാണ്. അപ്പൊ അത് ജോണി പറഞ്ഞത് ആ വാക്ക് ഇന്ന് വൈറലാണത്. മലയാള സിനിമയിൽ കള്ളനായിട്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും CID മൂസ 2 അരിശേഷൻ ചേട്ടൻ ഉറപ്പായിട്ടുണ്ടാവും. കാരണം കള്ളന്മാരില്ലെങ്കിൽ പോലീസുകാരില്ല കേട്ടാ. അതിനകത്ത് പറയുന്നില്ല.